എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമുണ്ട്. കാരണം ഞാൻ വിദ്യാജിയെ കാണുന്നത് ഏകദേശം 1993. അന്നും ഹാർമോണിയം ഉണ്ട് ആദ്യം കാണുമ്പോൾ. അത് അർജുൻ ഞാനും കൂടി പോയി വൈരമുത്തു സാറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കർണ എന്ന് പറഞ്ഞ പടത്തിന് മലരെ മൗനമാണ്, അതാണ് ആദ്യമായിട്ട് ഞാൻ ആ സോങ്ങിൽ വൈരമുത്തു സാർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ട്യൂൺ എന്ത് വേണം എന്നുള്ള രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്തി എനിക്ക് അന്ന് വളരെ സന്തോഷം തോന്നി. അതിനുശേഷം ദിവാദിനം കൊണ്ട് മീശമാധവൻ അതായിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ 8 or 10 പടങ്ങൾ, അതിൽ വർഷവല്ലിയിൽ എപ്പോൾ ചെന്നാലും മുരുകൻ ചായയും കൊണ്ട് വരും, കാപ്പിയും കൊണ്ട് വരും. അങ്ങനെ വർഷവല്ലിക്കകത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങൾ വർഷങ്ങളോളം, മാസങ്ങളോളം അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ഈ സിനിമ സോങ്ങിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ സിയാദിക്കായുമായിട്ട് ഇത് ചേർന്ന് ആദ്യമായി ഈ വിദ്യാജി കേരളത്തിലേക്ക് അറിയപ്പെടുന്ന രീതിയിൽ, അതിന് മുമ്പ് അറിയുന്നെങ്കിൽ മലയാള സിനിമയിൽ കൂടി അറിയുന്ന വിദ്യാജി ഈ ഇൻഡസ്ട്രിക്ക് വളരെയധികം കരുത്ത് പകർന്നുകൊണ്ട് സോങ്ങിലൂടെ തന്നെ ജനങ്ങളെ അറിയിക്കുന്ന രീതിയിൽ, സിനിമയെ അറിയിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാവരും ഒത്തുചേർന്ന് വീണ്ടും ഒന്നിച്ചു. കോക്കേഴ്സ് ഫിലിംസ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം, അത് പേരിടുമ്പോളെ ക്ഷമയെ ആദ്യമേ പേരിട്ട ക്ഷമയെന്നാണ്. കാരണം അവിടെ സോണിയത്താടെയും സിയാദിക്കാടെ നടുക്കാണെന്ന്. അപ്പൊ അതുകൊണ്ട് കോക്കേഴ്സ് ഫിലിംസ് വീണ്ടും പുനരുജ്ജീവിക്കുന്നതിന് വേണ്ടി വളരെ ചിട്ടയോടുകൂടി ക്ഷമയെ അത് വിട്ടു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിദ്യാജി, ഓക്കെ. So, ladies and gentlemen, ഒരു ഉഗ്രൻ കയ്യടി കൊടുക്കാം. Celebrating 35 years of musical journey of Vidyasagar. അതോടൊപ്പം തന്നെ ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു അഭ മൂവീസ് മിസ്റ്റർ എബ്രഹാം മാത്യു ആൻഡ് ലിസ്റ്റിൻ സ്റ്റീഫൻ.